മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം. മാർത്താണ്ഡവർമ്മ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ ബന്ധമുള്ളത് പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയാണ് ഭൂമി തരംതിരിച്ചത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുമ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജാവായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പതിവു കണക്ക് അല്ലെങ്കിൽ ബജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരിയായിരുന്നു. 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയത്. മുറജപം, ഭദ്രദീപം, ഹിരണ്യഗർഭം എന്നിവ ആരംഭിച്ചതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവായിരുന്നു വീരകേരളവർമ്മ. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവായിരുന്നു. തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രി അറിയപ്പെട്ടിരുന്നത് മുളകുമടിശീലക്കാര്യക്കാർ എന്നായിരുന്നു. തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രി അറിയപ്പെട്ടിരുന്നത് മുളകുമടിശീലക്കാര്യക്കാർ എന്നാണ്. മതിലകം രേഖകൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. തിരുവിതാംകൂറുമായും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് മതിലകം രേഖകൾ എന്നറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നു പള്ളിയാടി മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി. തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം എന്ന് പറയുമ്പോൾ വിരുതി എന്നും പറയും, പണ്ടാരവക എന്നിങ്ങനെ 4 തിരിച്ചത് പള്ളിയാടി മല്ലൻ ശങ്കരനായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നു ഈ പള്ളിയാടി മല്ലൻ ശങ്കരൻ. തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4 തിരിച്ചതും പള്ളിയാടി മല്ലൻ ശങ്കരൻ. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ്, ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ 20 മണ്ഡപത്തും വാതുക്കലായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നാണ് മണ്ഡപത്തും വാതുക്കൽ, അങ്ങനെ 20 മണ്ഡപത്തും വാതുക്കലായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടകത്തിൽ ഏറ്റവും താഴെയുണ്ടായിരുന്ന പ്രവർത്തിക്കാരാണ് ഗ്രാമത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. പ്രവർത്തിക്കാരാണ് ഗ്രാമത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. കുളച്ചിൽ യുദ്ധം എന്ന് വെച്ചാൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമായിരുന്നു കുളച്ചിൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 കുളച്ചിൽ യുദ്ധം നടന്നത്. 1741 ഓഗസ്റ്റ് 10 ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പായിരുന്നു കുളച്ചിൽ യുദ്ധം. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികളായിരുന്നു ബ്രിട്ടീഷുകാർ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയി ആയിരുന്നു. ഡിലനോയി അറിയപ്പെട്ടിരുന്നത് വലിയ കപ്പിത്താൻ എന്നായിരുന്നു. തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായിട്ട് മാറിയ വിദേശിയായിരുന്നു ഈ ഡിലനോയി. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ്. ഈ ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏതൊക്കെയാണ്? കോവിലകത്തും വാതുക്കൽ, മണ്ഡപത്തും വാതുക്കൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്നതായിരുന്നു മണ്ഡപത്തും വാതുക്കൽ. അതൊരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. 20 മണ്ഡപത്തും വാതുക്കൽ ഉണ്ടായിരുന്നു. ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടതായിരുന്നു കോവിലകത്തും വാതുക്കൽ. പിന്നെ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതതും ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചു, കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. കോവിലകത്തും വാതുക്കൽ ഈ ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടതായിരുന്നു. കൊച്ചി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവായിരുന്നു ഈ ശക്തൻ തമ്പുരാൻ.
കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൊച്ചി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെട്ടിരുന്നതും ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ്റെ യഥാർത്ഥ നാമം രാജാ രാമവർമ്മ നയൻ 9 എന്നായിരുന്നു. രാജാ രാമവർമ്മ 9ാമൻ. കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം സാമ്പത്തിക വികസനത്തിൻ്റെ യുഗമായിരുന്നു. ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് കൊച്ചിയുടെ ചരിത്രത്തിൽ തന്നെ സാമൂഹ്യ വികസനത്തിൻ്റെ യുഗമായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ചന്തകൾ തുറന്നു, ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു, തൃശ്ശൂർ പൂരം ആരംഭിച്ചു, റോഡുകൾ, പാലങ്ങൾ, തടാകങ്ങൾ, സത്രങ്ങൾ തുടങ്ങിയവ നടപ്പിലാക്കാനൊക്കെ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. റോഡുകൾ, പാലങ്ങൾ, തടാകങ്ങൾ, സത്രങ്ങളൊക്കെ വന്നത് ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ്. അദ്ദേഹം കൊണ്ടുവന്നതാണ്. സാമൂഹ്യ വികസനത്തിൻ്റെ യുഗമായിരുന്നു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ചന്തകൾ തുറന്നു, ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു, തൃശ്ശൂർ പൂരം ആരംഭിച്ചു. കൊച്ചിയിൽ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിച്ച അദ്ദേഹം ശക്തമായൊരു കേന്ദ്രീകൃത രാജഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിച്ചത് ശക്തൻ തമ്പുരാനാണ്. തുടർന്ന് ഒരു കേന്ദ്രീകൃത രാജഭരണത്തിന് തുടക്കം കുറിച്ചു. മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ പ്രഭുക്കന്മാർക്കെതിരെ ശക്തൻ തമ്പുരാൻ കൊച്ചിയിലും സ്വീകരിച്ചു. സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുക്കുകയും 18ാം നൂറ്റാണ്ടോടെ ഭൂസർവേ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ 18ാം നൂറ്റാണ്ടോടെ ഭൂസർവേ ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. അങ്ങനെ സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കൊച്ചിയിൽ പല റവന്യൂ ഘടകങ്ങളായിട്ട് രാജ്യത്തെ വിഭജിക്കുകയും ഇത് കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ കൊച്ചിയിലെ പല റവന്യൂ ഘടകങ്ങളായിട്ട് രാജ്യത്തെ വിഭജിച്ചു. അതിനെയാണ് കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെട്ടിരുന്നത്. മണ്ഡപത്തും വാതുക്കൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. അത് ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടായതായിരുന്നു. ഇത് കോവിലകത്തും വാതുക്കൽ കൊച്ചിയിലെ രാജ്യത്തെ പല റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിക്കുന്നതാണ് കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെട്ടിരുന്നത്. ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രവർത്തിക്കാരുടെ കീഴിലുണ്ടായിരുന്ന ഗ്രാമങ്ങളായിരുന്നു. ശക്തൻ തമ്പുരാൻ്റെ ടൈമിൽ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പ്രവർത്തിക്കാരുടെ കീഴിലുണ്ടായിരുന്ന ഗ്രാമങ്ങളായിരുന്നു. ഇനി വേലുത്തമ്പിദളവ നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവായിരുന്നു വേലുത്തമ്പിദളവ. നാട്ടുകൂട്ടം ഇളക്കം ദളവയായിരുന്നു നേതൃത്വം നൽകിയത് ഈ പ്രക്ഷോഭത്തിന്. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവനയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേരുന്നത് മാത്രം പറയാം. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. ഇനി മെക്കാളയുമായിട്ട് ശത്രുതയിലായിരുന്നു. സൈഫുദ്ദീൻ കിച്ചുലു വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട ആളാണ്. സൈഫുദ്ദീൻ കിച്ചുലു. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത്. വേലുത്തമ്പി കലാപം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടല്ല. കയ്യൂർ ലഹള, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം ഇതൊക്കെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു കേണൽ ലീഗർ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു കേണൽ ലീഗർ. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു. നാട്ടുകൂട്ടം ഇളക്കം എന്ന് പറഞ്ഞ പ്രക്ഷോഭം ആരുടെയായിരുന്നു? വേലുത്തമ്പി ദളവയുടേതായിരുന്നു. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് വേലുത്തമ്പിയായിരുന്നു. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നായിരുന്നു. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായ വർഷം 1802 തിരുവിതാംകൂറിൽ ദിവാനായത്. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു. 1802 ദിവാനായത്. കൊല്ലത്ത് ഹജൂർ കച്ചേരി അതായത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. ഹജൂർ കച്ചേരി അതായത് സെക്രട്ടേറിയറ്റ് കൊല്ലത്ത് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. അത് 1804 തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് അതിൻ്റെ അലവൻസ് കുറയ്ക്കാനായിട്ട് തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയായിരുന്നു തിരുവിതാംകൂർ പട്ടാള ലഹള. അത് 1804 1802 വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായത്. 1804 തിരുവിതാംകൂർ പട്ടാള ലഹള. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചത് പാലിയത്തച്ഛനാണ്.
അവർ കോഴിക്കോട് സാമൂതിരിയുമായിട്ടും മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായിട്ടും രഹസ്യമായിട്ട് ആശയവിനിമയം നടത്തി. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയായിരുന്നു വേലുത്തമ്പിദളവ. കുണ്ടറ വിളംബരം എന്നായിരുന്നു 1809 ജനുവരി 11 വേലുത്തമ്പിദളവ ആണ് കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരം നടത്തിയ വർഷം എന്നാണെന്ന് ഒരു പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1809 കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയായിരുന്നു വേലുത്തമ്പിദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നായിരുന്നു 1809 ജനുവരി 11. 984 മകരം ഒന്നുകൂടെ ഉണ്ടായിരുന്നു, മലയാള വർഷം 1984 മകരം 1. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പിദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനായി ആഹ്വാനം ചെയ്തു. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറ വിളംബരം ഊന്നൽ നൽകിയത്. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രസന്നിധിയായിരുന്നു കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്നു കേണൽ മെക്കാളെ. കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂറിൻ്റെ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്നു കേണൽ മെക്കാളെ. കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമായിരുന്നു കൊല്ലം യുദ്ധം. 1809 ജനുവരി 15 കൊല്ലം യുദ്ധം നടന്നത്. കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം 1809 ജനുവരി 15. ഇനി പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർതർ വെല്ലസ്ലി ആയിരുന്നു. പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയത് ആർതർ വെല്ലസ്ലി. വേലുത്തമ്പിദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു കേണൽ ലീഗറായിരുന്നു വേലുത്തമ്പിദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ. പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു ആർതർ വെല്ലസ്ലി. പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ. കുറിച്യ കലാപത്തിന് കാരണമായ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ. കുറിച്യ കലാപത്തിന് കാരണമായ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ. തോമസ് ഹാർവേ ബാബർ പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടറായിരുന്നു. പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു ആർതർ വെല്ലസ്ലി. കുറിച്യ കലാപത്തിന് കാരണമായ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ. ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായിയാണ് അടിമ സമ്പ്രദായം നിർത്തലാക്കിയത്. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി. തിരുവിതാംകൂറിലെ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി കൂടിയായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ആയിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 40 വർഷം കാർത്തിക തിരുനാൾ രാമവർമ്മ ഭരിച്ചു. 40 വർഷം കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. 5 വർഷമാണ് ഭരിച്ചത്. ഏറ്റവും കൂടുതൽ കാലം കാർത്തിക തിരുനാൾ രാമവർമ്മ 40 വർഷം. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച റാണി ഗൗരി ലക്ഷ്മിബായി 5 വർഷം. തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ആയിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. അടിമ സമ്പ്രദായം നിർത്തലാക്കിയതും റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ 1811 ജില്ലാ കോടതികൾ സ്ഥാപിച്ചത്. അപ്പീൽ കോടതി 1814 എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിയായിരുന്നു. ജില്ലാ കോടതികളും അപ്പീൽ കോടതിയും സ്ഥാപിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. പിന്നെ അടിമ സമ്പ്രദായം നിർത്തലാക്കി. തിരുവിതാംകൂറിൽ ജില്ലാ കോടതി 1811 അപ്പീൽ കോടതി 1814 സ്ഥാപിച്ചത്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം ഇതൊക്കെ ഏർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയൊക്കെ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിബായി. അലോപ്പതിയും വാക്സിൻ ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കി. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായമൊക്കെ ഏർപ്പെടുത്തി. പിന്നെ തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതിയൊക്കെ സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കി. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു
തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു. ആദ്യത്തെ റീജന്റ് ആയിരുന്നു. അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതിയും പട്ടയ സമ്പ്രദായമൊക്കെ കൊണ്ടുവന്നു. പിന്നെ വാക്സിനേഷൻ, അലോപ്പതി ചികിത്സാ രീതിയൊക്കെ നടപ്പിലാക്കി. ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി. ഗൗരി പാർവതിബായി തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. ഗൗരി പാർവതിബായി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി 1817. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയായിരുന്നു ഗൗരി പാർവതിബായി. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻ്റായിട്ട് വന്നത് റാണി ഗൗരി പാർവതിബായിയാണ്. തിരുവിതാംകൂറിലെ ആദ്യ റീജൻ്റ് ചോദിച്ചാൽ റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻ്റ് ചോദിച്ചാൽ റാണി ഗൗരി പാർവതിബായിയാണ്. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി പാർവതിബായിയാണ്. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചതും പാർവതിബായിയാണ്. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. അങ്ങനെ 1817 പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഗൗരി പാർവതിബായി വിളംബരം പുറപ്പെടുവിച്ചത് 1817 സർക്കാർ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തതും 1817. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഗൗരി പാർവതിബായി വിളംബരം പുറപ്പെടുവിച്ചതും 1817. പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന തോടാണ് പാർവതി പുത്തനാർ എന്ന് പറയുന്നത്. വേളി കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോട്, അതാണ് പാർവതി പുത്തനാർ. ഈ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് പാർവതിബായിയാണ്. സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ്. അടിമ സമ്പ്രദായം അവസാനിപ്പിച്ചത് അത് ലക്ഷ്മിബായിയാണ്. അടിമ സമ്പ്രദായം പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതാണ് പാർവതിബായി. 1817 പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചു. അത് വേളിക്കായലിനും കഠിനംകുളം കായലിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോടാണ് പാർവതി പുത്തനാർ. പിന്നെ സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചു. അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചത് പാർവതിബായിയാണ്. ആലപ്പുഴയിലും കോട്ടയത്തും പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. റാണി ഗൗരി പാർവതിബായി പള്ളിക്കൂടങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. അത് കൂടാതെ ആലപ്പുഴയിലും കോട്ടയത്തും പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതും ഗൗരി പാർവതിബായിയാണ്. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതിബായി. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതിബായി. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരിയായിരുന്നത് ഗൗരി പാർവതിബായിയാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി, അതായത് LMS നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൗരി പാർവതിബായിയുടെ കാലത്താണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് ഈ ഗൗരി പാർവതിബായിയുടെ കാലത്താണ്. ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് 1837 ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ്. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത്. 1836 ഇത് രാജാസ് ഫ്രീ സ്കൂളായിട്ട് മാറി. 1866 രാജാസ് ഫ്രീ സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജ് ആക്കി മാറ്റി. അപ്പോൾ 34 രാജാസ് ഫ്രീ സ്കൂളായി മാറി. 1866 രാജാ ഫ്രീ സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റി. ഇനി ആയില്യം തിരുനാളിനെ കുറിച്ചാണ്. ആയില്യം തിരുനാൾ തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഈ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലായിരുന്നു. പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഈ തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരമാണ് പാട്ടം വിളംബരം.
തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം പാട്ടം വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിന്റെ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. പാട്ടം വിളംബരവും പണ്ടാരപ്പാട്ട വിളംബരവും ഒക്കെ അപ്പോൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ പണ്ടാരപ്പാട്ട വിളംബരം ഇല്ലെങ്കിൽ പാട്ടം വിളംബരം അതാണ് ഓപ്ഷനിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ അതാണ് എടുക്കേണ്ടത്. ഇനി പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം എന്നാണ്? 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. 1865 പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാന് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. കുടിയാന്മാർക്ക് സർക്കാർ വക പാട്ടവസ്തുക്കൾ ഉണ്ടായിരുന്നല്ലോ, അവർ അങ്ങനെ പാട്ടത്തിനടുത്താണ് ഉപയോഗിച്ചിരുന്നത് വസ്തുക്കൾ. അപ്പോൾ അതിൻ്റെ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തതാണ് പണ്ടാരപ്പാട്ട വിളംബരം. 1865 തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഇ ഹിന്ദ് ബഹുമതി നേടിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഇ ഹിന്ദ് ബഹുമതി നേടിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ആയില്യം തിരുനാളായിരുന്നു. ആയില്യം തിരുനാളിന് 1866 മഹാരാജപട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു വിക്ടോറിയ രാജ്ഞി. അപ്പോൾ വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് തന്നെയാണ് ആയില്യം തിരുനാളിന് കൈസർ ഇ ഹിന്ദ് ബഹുമതി കിട്ടിയത്. അതെന്തിനാണ്? തിരുവിതാംകൂറിൽ പുരോഗമനാത്മകമായ ഭരണം നടത്തിയതിന്. അപ്പോൾ ആയില്യം തിരുനാളിന് 1866 വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് തന്നെ മഹാരാജപട്ടം കിട്ടി. ഇനി ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ടി മാധവറാവു ആയിരുന്നു ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ. ടി മാധവറാവുവിന് ശേഷം ദിവാൻ പദവിയിലെത്തിയതായിരുന്നു ശേഷയ്യ ശാസ്ത്രി. അപ്പോൾ മാധവറാവുവിന് ശേഷം ശേഷയ്യ ശാസ്ത്രി ആയിരുന്നു. ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ടി മാധവറാവുവിന് ശേഷം വന്നതായിരുന്നു ശേഷയ്യ ശാസ്ത്രി. ഇനി കുറച്ച് മാഗ്നാകാട്ടകളെ പറ്റി നമുക്ക് പറയാം. ഇപ്പോൾ തിരുവിതാംകൂറിലെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? പണ്ടാരപ്പാട്ട വിളംബരമാണെന്ന് പറഞ്ഞു. 1865 ഇനി കേരളത്തിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. ഇനി ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരം തന്നെയാണ്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം എന്നായിരുന്നു 1936 നവംബർ 12. പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് 1865. ഇനി ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെട്ടിരുന്നത് വുഡ്സ് ഡെസ്പാച്ച്. അത് 1854 ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നതായിരുന്നു വുഡ്സ് ഡെസ്പാച്ച് 1854. ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാട്ട. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാട്ട വുഡ്സ് ഡെസ്പാച്ച് 1854. ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാട്ട 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഇന്ത്യയുടെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്നാകാട്ട മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യ അവകാശപത്രമാണ് മാഗ്നാകാട്ട. ലോകത്തിലെ ആദ്യ അവകാശപത്രം ഏതാണ്? മാഗ്നാകാട്ട. മാഗ്നാകാട്ട ഒപ്പുവെച്ച രാജാവായിരുന്നു ജോൺ രാജാവ്. 1215 ജൂൺ 15 മാഗ്നാകാട്ട ഒപ്പുവെച്ചത്. ജോൺ രാജാവാണ് ഒപ്പുവെച്ചത്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമായിരുന്നു മാഗ്നാകാട്ട. ഒപ്പുവെച്ചത് ജോൺ രാജാവ് 1215 ജൂൺ 15. ജൂൺ 15 ജോൺ രാജാവ് മാഗ്നാകാട്ട ഒപ്പുവെച്ചു. അത് ലോകത്തിലെ ആദ്യത്തെ അവകാശപത്രം. അപ്പോൾ ഇന്ത്യയുടെ മാഗ്നാകാട്ട എന്താണ്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാട്ട എന്താണ്? 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാട്ട എന്താണ്? വുഡ്സ് ഡെസ്പാച്ച് 1854. ഇനി ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാട്ട ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാട്ട പണ്ടാരപ്പാട്ട വിളംബരം 1865. കേരളത്തിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12.
ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിൻ്റെ മാഗ്ന കാട്ടയുമാണ്, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാട്ടയുമാണ്. ലോകത്തിലെ ആദ്യത്തെ അവകാശപത്രം ഏതാണ്? മാഗ്ന കാട്ട. ഒപ്പുവെച്ചത് ജോൺ രാജാവ്. വർഷം 1215 ജൂൺ 15. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ശരിയായത് വായിക്കാം. അപ്പോൾ ഇതിൽ തെറ്റുത്തരം സി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ഈ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ശരിയായ പ്രസ്താവനകളാണ്. അതായത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആരാണ്? ആയില്യം തിരുനാളാണ്. നമ്മൾ സെക്രട്ടേറിയറ്റ് ഭരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് നമ്മൾ പാർവതിബായിയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. എനിക്കത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഓർമ്മ കിട്ടുന്നുണ്ടോ? എന്തോ എനിക്ക് സെക്രട്ടേറിയറ്റ് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൗരി ലക്ഷ്മിബായിയുമായി ബന്ധപ്പെട്ടാണ്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി ഏർപ്പെടുത്തിയത് ആരാണ്? ഗൗരി ലക്ഷ്മിബായി ആണ് കേട്ടോ. റാണി ഗൗരി ലക്ഷ്മിബായി. ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി ആണ് സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതിയും പട്ടയ സമ്പ്രദായവും ഒക്കെ കൊണ്ടുവന്നത്. ഇത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആരാണ്? ആയില്യം തിരുനാളാണ്. പിന്നെ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ആരാണ്? ആയില്യം തിരുനാളാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് ഭരണരീതി ആരായിരുന്നു? ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി ആരംഭിച്ചു ആയില്യം തിരുനാൾ. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു. സെക്രട്ടേറിയറ്റ് മന്ദിരം നിർമ്മിച്ചു. ഇതെല്ലാം ആയില്യം തിരുനാളാണ്. ഇനി 1874 തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാൾ. അപ്പോൾ നമുക്ക് നിയമവിദ്യാഭ്യാസം ആയില്യം തിരുനാൾ ഒരു കണക്ഷൻ കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും കണക്ഷൻ കൊടുക്കണമായിരിക്കുള്ളൂ നമ്മളെ ചിലപ്പോൾ ആ ഒരു എക്സാം ഹാളിൽ ഹെൽപ്പ് ചെയ്യണത്. കാരണം ആ സമയത്ത് എത്രയൊക്കെ പഠിച്ചു പോയാലും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ. ഒരുപാട് പഠിച്ചു പോകുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തു പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കുള്ളൂ. 1874 തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആയില്യം അങ്ങനെ ഒരു കണക്ഷൻ ജസ്റ്റ് ഒന്ന്. നിയമവിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി ആരായിരുന്നു? ആയില്യം തിരുനാൾ. ഇനി കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, ജയിൽ, സെൻട്രൽ ജയിലിൻ്റെ ഒരു കണക്ഷനോ അങ്ങനെയും കൊടുക്കാം നമുക്ക്. സെൻട്രൽ ജയിൽ എവിടെയാണ്? പൂജപ്പുരയിൽ. അപ്പോൾ സെൻട്രൽ ജയിൽ ആരംഭിച്ചതും ആയില്യം തിരുനാളാണ്. പിന്നെന്താ? നിയമവിദ്യാഭ്യാസം ആരംഭിച്ചത് ആയില്യം തിരുനാളാണ്. കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി ആരംഭിച്ചു. മാനസിക രോഗാശുപത്രി ആരംഭിച്ചു. അങ്ങനെ ജനറലായിട്ട് എല്ലാ അസുഖങ്ങൾക്കുള്ളതും മനസ്സിൻ്റെ അസുഖത്തിനും കൂടെ ഉള്ളതും കൂടെ അദ്ദേഹമാണ് ആരംഭിച്ചത്. അതുപോലെ പുനലൂർ തൂക്കുപാലം 1877 കൊല്ലത്ത് പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളാണ്. പുനലൂർ തൂക്കുപാലം ആരാണ്? ആയില്യം തിരുനാൾ. 1877. ആർട്സ് കോളേജ് 1866 ആർട്സ് കോളേജ് 1866. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു. ഇനി ജന്മി കുടിയാൻ വിളംബരം അത് 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. അപ്പോൾ ആർട്സ് കോളേജ് 1866 അദ്ദേഹം പണി കഴിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളാണ്. അപ്പോൾ ജന്മി കുടിയാൻ അവിടെ നമുക്ക് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം. കുടിയാൻ, ജന്മി കുടിയാൻ വിളംബരം ആയില്യം തിരുനാൾ. അതുപോലെ പണ്ടാരപ്പാട്ട വിളംബരവും ആയില്യം തിരുനാളാണല്ലോ. അപ്പോൾ തിരുവിതാംകൂറിൽ ഈ വിളംബരം ഇങ്ങനത്തെ വിളംബരത്തിൽ ഇപ്പോൾ പറയുന്നത് ആയില്യം തിരുനാളിനെ കുറിച്ചാണല്ലോ. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരവും ജന്മി കുടിയാൻ വിളംബരവും ഒക്കെ ആയില്യം തിരുനാളാണ്. ഓക്കെ. ജന്മി കുടിയാൻ വിളംബരം ഏത് വർഷമാണ്? 1867. ഇനി കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി കൂടിയാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി ആയില്യം തിരുനാൾ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡാണ് MC റോഡിൻ്റെ അതിൻ്റെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരിയാണ്. അപ്പോൾ ആയില്യം തിരുനാൾ എന്തൊക്കെയാണ്? 1874 തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി മാനസിക രോഗാശുപത്രി. പിന്നെ സെൻട്രൽ ജയിൽ പൂജപ്പുരയിൽ. ആർട്സ് കോളേജ് 1866. പുനലൂർ തൂക്കുപാലം 1877 അത് കൊല്ലത്താണ്. പിന്നെ സെക്രട്ടേറിയറ്റ് മന്ദിരം സ്ഥാപിച്ചു.
1867 ജന്മികുടിയാൻ വിളംബരം. പിന്നെ കേരള വലിയ കോമുകി തമ്പുരാൻ അധ്യക്ഷനാക്കിയിട്ട് പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ചു. പാഠപുസ്തക കമ്മിറ്റിയും ആയില്യം തിരുനാളാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത് ആയില്യം തിരുനാളാണ്. MC റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത് ആയില്യം തിരുനാളാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പ്രധാന ഭൂനിയമങ്ങൾ എന്തൊക്കെയായിരുന്നു? പണ്ടാരപ്പാട്ട വിളംബരം, അത് 1865 തിരുവിതാംകൂറിൽ. ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പ്രധാന ഭൂനിയമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറും കൊച്ചിയിലും, അതായത് പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിലായിരുന്നു 1865. ജന്മികുടിയാൻ നിയമം അതും 1867 തിരുവിതാംകൂറിൽ. അതിനെ കാണപ്പാട്ട വിളംബരം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ജന്മി കുടിയാൻ നിയമത്തിനെ കാണപ്പാട്ട വിളംബരം അത് 1867. കണ്ടെഴുത്തു വിളംബരം അത് 1886 തിരുവിതാംകൂറിൽ തന്നെയാണ് കണ്ടെഴുത്തു വിളംബരം. കുടിയാൻ നിയമം കൊച്ചിയിലാണ്, അത് 1915 30 ഉണ്ട്. അപ്പോൾ 1915 പിന്നെ 15 കഴിഞ്ഞ് 15 30 അല്ലേ, 1930 കുടിയാൻ നിയമം അവിടെ കൂടി വരികയുള്ളൂ, 15 കൂടി വരികയുള്ളൂ. അപ്പോൾ കുടിയാൻ നിയമം 15 30 കൊച്ചിയിൽ. ജസ്റ്റ് ഒരു കണക്ഷന് വേണ്ടിയിട്ട് പറയണം കേട്ടോ ഇതൊക്കെ. കുടിയാൻ നിയമം അപ്പോൾ 1915 കൂടുമ്പോൾ 1930 കൊച്ചിയിൽ. അതുപോലെ നമുക്ക് ഈ MC റോഡിൻ്റെ കാര്യം പറയുമ്പോൾ MC റോഡിൻ്റെ നമ്മൾ സ്വാതി തിരുനാളിൻ്റെയിലാണോ അങ്ങനെ പറയുന്നുണ്ട്. നമ്മളും അത്ര പക്ക പഠിപ്പിസ്റ്റുകളൊന്നും അല്ലാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ മെമ്മറിയിൽ വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി പോകണമെന്ന് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കത് ആ ഭാഗം നല്ല ഓർമ്മ കിട്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോഴേ. പിന്നെ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. മാർത്താണ്ഡവർമ്മയിലായിരുന്നു എന്ന് തോന്നുന്നു. മാർത്താണ്ഡവർമ്മയുടെ ഗതാഗതം മാർത്താണ്ഡവർമ്മയുടെ തന്നെയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് MC റോഡിൻ്റെ ആദ്യ രൂപം, കേരളത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതയാണല്ലോ MC റോഡ്. MC റോഡിൻ്റെ ആദ്യ രൂപം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ നമുക്കത് മറക്കൂല. അപ്പോൾ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആരാണ്? ആയില്യം തിരുനാളാണ്. MC റോഡിൻ്റെ ആദ്യ രൂപം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് MC റോഡിൻ്റെ ആദ്യ രൂപം. MC റോഡിൻ്റെ പണി പൂർത്തിയായത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. ഇനി അടുത്തത് ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത്. 1937 ശ്രീ ചിത്തിര തിരുനാൾ ഈ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ തന്നെയായിരുന്നു. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ പ്രോ ചാൻസലറായിരുന്നു സേതു പാർവതിബായി. ഇനി തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു? CP രാമസ്വാമി അയ്യറായിരുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയായിരുന്നു തിരുവിതാംകൂർ സർവകലാശാല. 1937 അത് സ്ഥാപിച്ചത് 1937 ശ്രീ ചിത്തിര തിരുനാളാണ് സ്ഥാപിച്ചത്. അപ്പോൾ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ എന്തായാലും ശ്രീ ചിത്തിര തിരുനാളായിരിക്കും. ആദ്യത്തെ പ്രോ ചാൻസലർ ആരായിരുന്നു? സേതു പാർവതിബായി ആയിരുന്നു. ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു? CP രാമസ്വാമി അയ്യർ. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രമുഖ ദിവാനായിരുന്നല്ലോ CP രാമസ്വാമി അയ്യർ. അപ്പോൾ ഒരു സർവകലാശാലയൊക്കെ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ വൈസ് ചാൻസലറായിട്ട് എന്തായാലും അദ്ദേഹത്തല്ലേ നിയമിക്കുള്ളൂ. അപ്പോൾ CP രാമസ്വാമി അയ്യർ ആയിരുന്നു തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. ആദ്യ പ്രോ ചാൻസലർ ആയിരുന്നു സേതു പാർവതിബായി. 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ മാത്രമല്ല, തിരുവിതാംകൂർ സർവകലാശാലയുടെ ചാൻസലർ മാത്രമായിരുന്നില്ല, 3 സർവകലാശാലയുടെ ചാൻസലർ, വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ.
ഏതൊക്കെയായിരുന്നു? തിരുവിതാംകൂർ സർവകലാശാല, പിന്നെ ബനാറസ്, അണ്ണാമലൈ. ഈ 3 സർവകലാശാലകളുടെ തിരുവിതാംകൂർ, ബനാറസ്, അണ്ണാമലൈ. ഇനി ശ്രീചിത്തിര തിരുനാളിൻ്റെ പ്രമുഖ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായത് എന്നാണ്? 1936-ലാണ്. അപ്പോൾ 36-ൽ തിരുവിതാംകൂറിൻ്റെ ദിവാനായി, ശ്രീചിത്തിര തിരുനാളിൻ്റെ ദിവാനായി. 37-ലാണ് നമ്മൾ ഈ സർവകലാശാല സ്ഥാപിക്കുന്നത്, തിരുവിതാംകൂർ. അപ്പോൾ വൈസ് ചാൻസലറായി തിരുവിതാംകൂർ സർവകലാശാലയുടെ. പിന്നെ 1931-ൽ ചിത്തിര തിരുനാൾ മഹാരാജാവ് ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസറായി നിയമിച്ചതും CP രാമസ്വാമി അയ്യരെയായിരുന്നു, 1931-ൽ. അപ്പോൾ 36-ലാണ് ദിവാനാകുന്നത്. അതിനു മുൻപ് തന്നെ ചിത്തിര തിരുനാളിന് അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരിക്കണം, അതുകൊണ്ടാണല്ലോ. അപ്പോൾ നല്ല കഴിവുള്ള ഒരു വ്യക്തിയുമായിരിക്കണം. അപ്പോൾ 1931-ൽ ചിത്തിര തിരുനാൾ മഹാരാജാവ് ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസറായിട്ട്, ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്വൈസറായിട്ട്, അപ്പം അത്രയും പുലിയായിരിക്കണം, അഡ്വൈസറായിട്ട് നിയമിച്ചത് CP രാമസ്വാമി അയ്യറിനെയായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എല്ലാവർക്കും അറിയാം, സ്വാമി വിവേകാനന്ദനാണ്, അല്ലേ? ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ടിട്ടാണ് അദ്ദേഹം കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. 19-ാം നൂറ്റാണ്ടിൽ കേരള സമൂഹം നിരവധി മതപരമായ അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിരുന്നു. അങ്ങനെ ഫ്യൂഡൽ നാടുവാഴികളുടെ അടച്ചമർത്തൽ ഭരണം, സവർണ ഹിന്ദുക്കളുടെ ആധിപത്യം സ്ഥാപിച്ച ജാതി വ്യവസ്ഥ, അതൊക്കെ ഉള്ളതുകൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി. 19-ാം നൂറ്റാണ്ടിൽ. ഇനി പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന സമയത്തും വിവാഹം, ഗർഭം, മരണം തുടങ്ങിയ അവസരങ്ങളിലും യുക്തിരഹിതവും ബുദ്ധിശൂന്യവുമായ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്നു. ഈ ഫ്യൂഡൽ സംസ്കാരത്തിനെതിരെയാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ ഒരു 19-20 നൂറ്റാണ്ടുകളിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. അപ്പോൾ അന്നത്തെ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആര്യസമാജം, തിയോസഫിക്കൽ സൊസൈറ്റി എന്നീ അഖിലേന്ത്യാ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ശാഖകൾ കേരളത്തിലുണ്ടായിരുന്നെങ്കിലും അവയ്ക്ക് പരിമിതമായ സ്വാധീനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ അഖിലേന്ത്യാ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായിരുന്നു, അതിൻ്റെ ശാഖകൾ കേരളത്തിലുണ്ടായിരുന്നു. ഏതിൻ്റെ? ആര്യസമാജവും തിയോസഫിക്കൽ സൊസൈറ്റിയൊക്കെ അഖിലേന്ത്യാ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായിരുന്നു, അതിൻ്റെ ശാഖകൾ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ശാഖകളായതുകൊണ്ട് അതിന് പരിമിതമായ സ്വാധീനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രാദേശികമായി രൂപം കൊണ്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടും കേരളത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയത്. അങ്ങനെ ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കേരളത്തിൽ ഭയങ്കര ശക്തമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ടൊക്കെയാണ് കണ്ടിരുന്നത്. ജാതി വ്യവസ്ഥയ്ക്കെതിരായും അന്ധവിശ്വാസങ്ങൾക്കെതിരായുമുള്ള അവബോധം കേരളത്തിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരം, പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കം. അപ്പോൾ ബ്രിട്ടീഷുകാർ വഴി നമുക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് ഗുണങ്ങളാണ് ഇതൊക്കെ. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു ഗുണം തന്നെയാണത്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരം, പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി മൊത്തം സ്വാതന്ത്ര്യം കൊണ്ടുപോയവരാണെങ്കിലും നമുക്കുണ്ടായ ഗുണമാണ് അവരിൽ നിന്ന് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരവും പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കവും കാരണം ജാതി വ്യവസ്ഥയ്ക്കെതിരായും അന്ധവിശ്വാസങ്ങൾക്കെതിരായുമുള്ള അവബോധം കേരളത്തിൽ ഉണ്ടാവാൻ കഴിഞ്ഞു. ഇനി സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി രൂപം കൊണ്ടതാണ് ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനം നൽകി. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ആരംഭിച്ചതും അത് നയിച്ചതും. അപ്പോൾ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചതും നയിച്ചതും എല്ലാം മധ്യവർഗക്കാരായിരുന്നു. അത് പാശ്ചാത്യരുടെ സ്വാധീനത്തിലാണ്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് ഒരു വിമർശനാത്മകമായ മനോഭാവം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മധ്യവർഗമാണ് ഇത് ആരംഭിച്ചതും നയിച്ചതുമല്ല. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്തെല്ലാം പരിഷ്കാരത്തിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടിരുന്നത്? ജാതി വിലക്കുകളുടെ ഉച്ചാടനം, അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. എല്ലാത്തിലും ഉണ്ട് അതിൻ്റെതായ ഇമ്പോർട്ടൻസ്, എന്നാലും ജാതി വിലക്കുകളുടെ ഉച്ചാടനം, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, സ്ത്രീ ശാക്തീകരണം, സാമൂഹിക നീതി, അധ്വാനവർഗത്തിൻ്റെ ഉന്നമനം, യുക്തിചിന്തയും വിമർശന ബുദ്ധിയും, പൊതു ഇടങ്ങൾ എല്ലാ പേർക്കും ഉറപ്പാക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്
ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നിലകൊണ്ടത്. ജാതി വിലക്കുകളുടെ ഉച്ചാടനം, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, സ്ത്രീ ശാക്തീകരണം, സാമൂഹിക നീതി, അധ്വാന വർഗത്തിൻ്റെ ഉന്നമനം, യുക്തിചിന്തയും വിമർശന ബുദ്ധിയും, പിന്നെ പൊതു ഇടങ്ങൾ എല്ലാ പേർക്കും ഉറപ്പാക്കൽ, ഇതൊക്കെയായിരുന്നു. ഇനി ചാന്നാർ ലഹള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഈ ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്ന് അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്നതാണ് അല്ലേ. എന്താ അല്ലേ, തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും പിന്നെ മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമായിരുന്നു ചാന്നാർ ലഹള. 1859 ചാന്നാർ ലഹള നടന്നത്. ഈ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്? 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1859 ജൂലൈ 26 ഉത്തരവ് പുറപ്പെടുവിച്ചത്. 1859 ചാന്നാർ ലഹളയും നടന്ന വർഷം ചോദിച്ചാൽ പറയേണ്ടത്. പിന്നെ കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമായിരുന്നു ഈ ചാന്നാർ ലഹള എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം 1859 മേൽമുണ്ട് സമരം എന്നായിരുന്നു മറ്റൊരു പേര്. ഇനി 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളായിരുന്നു. അതായത് ഈ ഒരു സമരത്തിന് വേണ്ടി മുൻകൈയെടുത്തത് വൈകുണ്ഠസ്വാമികളായിരുന്നു. അതും എന്നാണ്? 1822 ഈ സമരം തുടങ്ങിയത്. മേൽമുണ്ട് സമരം എന്ന പേരിൽ 1822 വൈകുണ്ഠസ്വാമികൾ നേതൃത്വം നൽകിയിരുന്നു. ഇനി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാനായിരുന്നു കേണൽ മൺറോ. അപ്പോൾ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകി ഈ കേണൽ മൺറോ എന്ന ദിവാൻ. ഇനി ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം എന്നാണ്? 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് വിളംബരം പുറപ്പെടുവിച്ചത്. പിന്നെ 2023 ഒരു കറണ്ട് ഫാക്റ്റാണ് കേട്ടോ. 2023 കറണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് പഴയതായി. 2023 തമിഴ്നാട് സർക്കാർ 200ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. അപ്പോൾ 1859 അപ്പോൾ 2023 200ാം വാർഷികം ആഘോഷിച്ചു തമിഴ്നാട് സർക്കാർ. കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭമാണ് അത്. തമിഴ്നാട് സർക്കാർ 2023 200ാം വാർഷികം ആഘോഷിച്ചു ചാന്നാർ ലഹളയ്ക്ക്. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങളോട് ചാന്നാർ ലഹളയിൽ കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്വാതി തിരുനാളിൻ്റെ അല്ല വൈകുണ്ഠസ്വാമികളുടെ പറഞ്ഞപ്പോൾ അത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഉള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്രം തിരുനാൾ ഉത്തരവ് കൊടുത്തപ്പോൾ, അതായത് 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനായിട്ട് അനുവാദം നൽകിക്കൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരം പുറപ്പെടുവിച്ചു. ആ സമയത്ത് മദ്രാസ് ഗവർണർ ആയിരുന്നത് ചാൾസ് ട്രവല്യൻ. ചാൾസ് ട്രവല്യൻ. അത് ഞാൻ എൻ്റെ നോട്ടിൽ എഴുതിയിരിക്കുന്ന പോയിൻ്റാണ് കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ ചാൾസ് ട്രവല്യന് തൊട്ടു മുൻപ് മദ്രാസ് ഗവർണർ ആയിരുന്നത് ലോർഡ് ഹാരിസ് അല്ലെങ്കിൽ ഹാരിസ് സായിപ്പ് ആയിരുന്നു. അപ്പോൾ ഉത്രം തിരുനാൾ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ചാൾസ് ട്രവല്യനായിരുന്നു മദ്രാസ് ഗവർണർ. അതിന് തൊട്ടു മുൻപ് ലോർഡ് ഹാരിസ് അല്ലെങ്കിൽ ഹാരിസ് സായിപ്പ് ആയിരുന്നു. അപ്പോൾ പിന്നോക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകണമെന്ന് പറഞ്ഞ മദ്രാസ് ഗവർണർ കൂടിയാണ് ചാൾസ് ട്രവല്യൻ. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഭാഗത്ത്. പിന്നോക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകണമെന്ന് പറഞ്ഞ മദ്രാസ് ഗവർണർ കൂടിയാണ് ചാൾസ് ട്രവല്യൻ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകണമെന്ന് വൈകുണ്ഠസ്വാമികളോട് അഭിപ്രായപ്പെട്ടതാണ് ലോർഡ് ഹാരിസ്. ട്രവല്യന് മുമ്പുണ്ടായിരുന്ന മദ്രാസ് ഗവർണറായ ലോർഡ് ഹാരിസ് ആണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകണമെന്ന് വൈകുണ്ഠസ്വാമികളോട് അഭിപ്രായപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്തതാണ് മൂക്കുത്തി സമരം. കേരളത്തിൽ നടന്ന മൂക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്.
മൂക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും. അതായത് പുടവയെടുത്ത് മൂക്കുത്തിയൊക്കെ കുത്തും, അങ്ങനെ രണ്ടും കണക്റ്റഡാണ്. അപ്പോൾ ആറാട്ടുപുഴ പൂരത്തിന് നമ്മൾ പുടവയും മൂക്കുത്തിയൊക്കെ ഇട്ട് ആറാട്ടുപുഴ പൂരത്തിന് പോകുന്നു. അങ്ങനെ ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ബന്ധമൊന്നുമില്ല. കേരളത്തിൽ നടന്ന മൂക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇനി പന്തളം ചന്തയിൽ അവർണ യുവതികളെ വിളിച്ചുകൂട്ടി മൂക്കുത്തി ധരിക്കാൻ ആവശ്യപ്പെട്ടത് വേലായുധ പണിക്കരാണ്. പന്തളം ചന്തയിൽ അവർണ യുവതികൾക്ക് മൂക്കുത്തി ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് മൂക്കുത്തി ധരിക്കാൻ ആവശ്യപ്പെട്ടത് ആരാണ്? വേലായുധ പണിക്കരാണ്. കാരണം അദ്ദേഹമാണല്ലോ ഈ സമരം നയിച്ചത്. ഇനി ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പറ്റി പറയുകയാണെങ്കിൽ ആൾ ജനിച്ചത് കാർത്തികപ്പള്ളി എന്ന സ്ഥലത്താണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ചത് കാർത്തികപ്പള്ളി. യഥാർത്ഥ നാമം കല്ലിശ്ശേരി വേലായുധ ചേകവർ എന്നായിരുന്നു കേട്ടോ. ചേകവരാണ്, വെറുതെ അല്ല, നല്ല സമരവീര്യമുണ്ട്. യുദ്ധവീര്യം ചേകവന്മാരായിരുന്നു. കല്ലിശ്ശേരി വേലായുധ ചേകവരായിരുന്നു. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വ്യക്തി. കളരിയിലും സംസ്കൃതത്തിലും അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കളരിയിലും സംസ്കൃതത്തിലും അറിവുണ്ടായിരുന്നു. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും പ്രാർത്ഥനാ സൗകര്യം നൽകിക്കൊണ്ട് വേലായുധ പണിക്കർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് മംഗലത്ത് ഗ്രാമം, അത് 1852 ചെറുവാരണം അല്ലെങ്കിൽ വാരണപ്പള്ളി ക്ഷേത്രം 1855. അപ്പോൾ വേലായുധ പണിക്കർ ക്ഷേത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. മംഗലത്ത് ഗ്രാമത്ത്. കാർത്തികപ്പള്ളി ജന്മസ്ഥലമാണ്. മംഗലത്ത് ഗ്രാമത്ത് 1852 ക്ഷേത്രം സ്ഥാപിച്ചു. ചെറുവാരണം അല്ലെങ്കിൽ വാരണപ്പള്ളി ക്ഷേത്രം അത് 1855 സ്ഥാപിച്ചു. ഇനി കഥകളിയിലെ സവർണ മേധാവിത്വം ഇല്ലാതാക്കാനായിട്ട് കഥകളി യോഗം സ്ഥാപിച്ച വ്യക്തി കൂടിയാണ്. 1860 കഥകളി യോഗം സ്ഥാപിച്ചു. അത് സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കഥകളിയിലെ സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച വ്യക്തിയാണ് 1860. ഇനി പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം 2023 കിട്ടിയത് ആർക്കാണ്? ഗോകുലം ഗോപാലനാണ്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം അപ്പോൾ 2023 അത് ഗോകുലം ഗോപാലനാണ് കിട്ടിയത്. പിന്നെ അപ്പോൾ 2023 തമിഴ്നാട് സർക്കാർ 200-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹ്യ പ്രക്ഷോഭമായിരുന്നു ചാന്നാർ ലഹള കേട്ടോ. അപ്പോൾ 2023 വന്നപ്പോൾ ഒന്ന് പറഞ്ഞതാണ്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം 2023 കൊടുത്തത് ഗോകുലം ഗോപാലന്. അപ്പോൾ 2023 തന്നെ തമിഴ്നാട് സർക്കാർ 200-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിലെ സാമൂഹ്യ പ്രക്ഷോഭം ആയ ചാന്നാർ ലഹളയുടെ. ഇനി അടുത്തതാണ് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. അതിനെ പറ്റിയുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ത്തിലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. അതാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ത്തിലധികം പേർ ഒപ്പിട്ട ഒരു ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇനി തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ. 1891 സമർപ്പിച്ചത്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടിയാണ് ഈ നിവേദനം സമർപ്പിച്ചത്. ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിന്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം എന്നാണ് 1891 തന്നെയാണ് തയ്യാറാക്കിയത്. സമർപ്പിച്ചതും 1891. ഇനി തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞ സംഭവം. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണത് മലയാളി മെമ്മോറിയൽ. അപ്പോൾ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ആണ് ഈ നിവേദനം സമർപ്പിച്ചത്. ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. 1891 തയ്യാറാക്കിയതും സമർപ്പിച്ചതും. പിന്നെ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. ഇനി 1896 ഈഴവ മെമ്മോറിയൽ. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി ഡോക്ടർ പൽപ്പു ആയിരുന്നു.
തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം നടത്തി. അത് ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു. തിരുവിതാംകൂറിൽ നടന്ന ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. അത് 1932 നടന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്നിട്ട് സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം 1932. ഇനി മലയാളി മെമ്മോറിയലിനെ കുറിച്ചും ഈഴവ മെമ്മോറിയലിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക. അതാണ് തിരുവിതാംകൂറുകാർക്ക് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം അവരിറക്കിയത്. കാരണം അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുത്തിരുന്നില്ല. അപ്പോൾ മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. 1891 ജനുവരി 1 ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അതിൽ 10,028 പേര് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. അപ്പോൾ 10,028 പേര് ഒപ്പിട്ടു. ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. GP പിള്ളയാണ് നേതൃത്വം നൽകിയത്. സമർപ്പിച്ചത് 1891 ജനുവരി 1 ശ്രീമൂലം തിരുനാളിലാണ് സമർപ്പിച്ചത്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളി മെമ്മോറിയലുമായിട്ടാണ്. പിന്നെ മലയാളി മെമ്മോറിയൽ മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഫസ്റ്റ് ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. മൂന്നാമതായിട്ട് ഒപ്പുവെച്ചതാണ് ഡോക്ടർ പൽപ്പു. പിന്നെ മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണെന്ന് വെച്ചാൽ CV രാമൻപിള്ളയാണ്. GP പിള്ളയാണ് നേതൃത്വം കൊടുത്തത്. CV രാമൻപിള്ള എന്ന സാഹിത്യകാരനാണ്. മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണെന്ന് വെച്ചാൽ CV രാമൻപിള്ള. ഇനി മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രം മിതഭാഷിയാണ്. ഇത് പിന്നീട് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പം മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രം ഏതാണ്? മിതഭാഷിയാണ്. ഇത് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. GP പിള്ളയാണല്ലോ നേതൃത്വം നൽകിയത്. അപ്പോൾ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇനി ഈഴവ മെമ്മോറിയൽ. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് 13,176 പേർ 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ മലയാളി മെമ്മോറിയലും ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. അതിൽ 10,028 പേരായിരുന്നു. ഇതിൽ ഈഴവ മെമ്മോറിയലും ശ്രീമൂലം തിരുനാളിനാണ് 13,176 പേരുണ്ടായിരുന്നു. സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ 3 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയൽ എന്നാണ് 1891 ജനുവരി 1 ഇത് ഈഴവ മെമ്മോറിയൽ എന്നാണ് 1896 സെപ്റ്റംബർ 3. ഇനി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യ ആയിരുന്നു. നമ്മൾ ശങ്കരമേനോൻ്റെ കാര്യം പറഞ്ഞു. അത് മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച ആളാണ്. ഇത് ശങ്കര സുബ്ബയ്യയാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് ദിവാനായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ഈഴവ മെമ്മോറിയൽ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. അത് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1900. 1896 സെപ്റ്റംബർ 3 ഫസ്റ്റത്തെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇനി അയ്യങ്കാളിയുടെ കർഷക സമരം, അതാണ് അടുത്തത്. നമ്മുടെ 30 പേജിനടുത്ത് എത്താറായി കേട്ടോ. ഇനി ഈ ഒരു പേജ്, പിന്നെ 1, 2, 3 ഒരു 3 പേജ് കൂടെ പഠിച്ചാൽ നമ്മൾക്ക് ഇന്നത്തെ 30 പേജ് കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മുടെ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ നല്ല ഉഷാറായിട്ട് കേൾക്കുക. അയ്യങ്കാളിയുടെ കർഷക സമരം. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സമരം ഏതാണ്? വെങ്ങാനൂരാണ്. അയ്യങ്കാളി എന്ന് പറയുമ്പോൾ നമുക്ക് വെങ്ങാനൂരുമായിട്ട് നമുക്കൊരു പഠിച്ചവർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും.
പുതിയ തുടക്കക്കാർക്ക് അറിയില്ല. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സമരമാണ് വെങ്ങാനൂർ. ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂർ. ഇനി സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അപ്പോൾ കർഷക സമരവുമായി ബന്ധപ്പെട്ട അയ്യങ്കാളിയെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായത് വെങ്ങാനൂരാണ്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതും അയ്യങ്കാളിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതും അയ്യങ്കാളിയാണ് ഉത്തരം. അറിയാം അല്ലേ? സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂരാണ്. ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. പിന്നെ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുന്നു, പഠിക്കാൻ സൗകര്യം കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ അതാരാ? അയ്യങ്കാളിയാണ്. ഇനി 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. വെങ്ങാനൂർ. ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ചോദിച്ചാൽ വെങ്ങാനൂർ. പിന്നെ വർഷം കൊടുത്തിട്ടുണ്ട് 1909. അപ്പോൾ 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചു. അതെവിടെയാണ്? വെങ്ങാനൂരാണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ചത് 1909. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ചത് 1909. അയിത്തജാതി കുട്ടികളെ ഉയർന്ന സമുദായത്തിലെ കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കാനാവില്ല എന്ന അധികൃതരുടെ നിലപാടിനെതിരെ നടന്ന സമരമാണ്. ഇനി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യവുമായി ജന്മിമാർക്കെതിരെ നടത്തിയ സമരമാണ്. ഇനി തിരുവിതാംകൂറിലെ ആദ്യകാല കർഷക സമരങ്ങളിൽ ഒന്നാണ് അയ്യങ്കാളി നയിച്ച കർഷക സമരം. തിരുവിതാംകൂറിലെ ആദ്യകാല കർഷക സമരങ്ങളിൽ ഒന്ന് ആണ് അയ്യങ്കാളി നയിച്ച കർഷക സമരം. ഇനി തിരുവിതാംകൂറിലെ ആദ്യകാല കർഷക സമരങ്ങളിൽ ഒന്നാണ് അയ്യങ്കാളി അത് സെയിം തന്നെയാണ് കേട്ടോ, പോയിന്റ് റിപ്പീറ്റ് ചെയ്ത് വന്നതാ. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കുന്ന വ്യക്തിയും അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളിയുടെ കുറച്ച് കാര്യങ്ങളാണ് ഈ സമരത്തെക്കുറിച്ച് പറയുന്നത്. ഈ കർഷക തൊഴിലാളി സമരം നടന്നത് വെങ്ങാനൂരാണ്. 1909 നടന്നത്. പിന്നെന്താ, നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുന്നു പറഞ്ഞു. തിരുവിതാംകൂറിലെ ആദ്യകാല കർഷക സമരങ്ങളിലൊന്നാണ് ഈ സമരം. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവെന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ്. ഇനി അടുത്തതാണ് വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു? അയ്യങ്കാളി തന്നെയാണ് കേട്ടോ. അപ്പോൾ കർഷക സമരം നടത്തിയതും ആദ്യത്തെ തൊഴിലാളി നേതാവെന്ന് അറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവും അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വില്ലുവണ്ടി സമരം അയ്യങ്കാളിയാണെന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ വില്ലുവണ്ടി സമരം നടത്തിയത്. അപ്പോൾ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്നാണ്. അപ്പോൾ കർഷക സമരം എവിടെയായിരുന്നു അയ്യങ്കാളി നടത്തിയത്? വെങ്ങാനൂർ തന്നെയായിരുന്നു. അപ്പോൾ വില്ലുവണ്ടി യാത്ര നടത്തിയതും വെങ്ങാനൂരിൽ നിന്ന് തന്നെയായിരുന്നു. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവാര്? അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതും അയ്യങ്കാളി തന്നെ. ഇനി വില്ലുവണ്ടി സമരത്തെക്കുറിച്ച് കുറച്ചൊരു വർഷം കൊടുത്തിട്ടുണ്ട്. വില്ലുവണ്ടി സമരം 1893 അപ്പോൾ കർഷക സമരം 1909 അതിന് മുൻപായിരുന്നു വില്ലുവണ്ടി സമരം. 1893 വില്ലുവണ്ടി സമരം. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ കാളവണ്ടിയിൽ സഞ്ചരിച്ച് ആണ് വില്ലുവണ്ടി സമരം നടത്തിയത്. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ കാളവണ്ടിയിൽ സഞ്ചരിച്ചിട്ട്.
പൊതുനിരത്തുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്ന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അയ്യങ്കാളി സംഘടിപ്പിച്ച സമരമാണ് വില്ലുവണ്ടി സമരം. 1893 1909 കർഷക സമരം, കർഷക തൊഴിലാളികളുടെ സമരം. രണ്ടും വെങ്ങാനൂരിൽ തന്നെയായിരുന്നു. വില്ലുവണ്ടി സമരത്തിൽ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ സഞ്ചരിച്ചു. അടുത്താണ് കല്ലുമാല സമരം. അതും അയ്യങ്കാളി തന്നെ നയിച്ചതാണ്. കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. അപ്പോൾ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ ചോദിച്ചാലും ആരാണ് കല്ലുമാല സമരം, ആരാണ്? അയ്യങ്കാളിയാണ് നയിച്ചത്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ ആണ് ഈ കല്ലുമാല സമരം സംഘടിപ്പിച്ചത്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച സമരമാണ് കല്ലുമാല സമരം. അത് സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. 1915 കല്ലുമാല സമരം നടന്നത്. അപ്പോൾ 1893 വില്ലുവണ്ടി സമരം വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അയ്യങ്കാളിയാണ് നടത്തിയതാണ്. അതുപോലെ 1909 കർഷക തൊഴിലാളികൾ സമരം, അത് വെങ്ങാനൂർ തന്നെയായിരുന്നു. പിന്നെ കല്ലുമാല സമരം എന്ന 1915 പുലയ സ്ത്രീകൾക്ക് അടിമത്തത്തിൻ്റെ അടയാളമായ കല്ലയും മാലയും എന്നാണ് ഇതിലേക്കണം, കല്ലുമാല. അതായത് ഈ കല്ലിൻ്റെ മാല അങ്ങനത്തെ ആഭരണങ്ങൾ മാത്രമേ മാറിൽ അണിയാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. പിന്നെ മറയ്ക്കുന്നതിനോ കാൽമുട്ടിന് താഴെ ഇറക്കുമ്പോൾ വസ്ത്രം ധരിക്കുന്നതിനോ അവകാശമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കല്ലുമാല സമരം നടത്തിയത് 1915. കൊല്ലത്തെ പെരിനാട് പ്രദേശത്ത് കല്ലയും മാലയും, കല്ലാന്ന് തന്നെയാണ് കേട്ടോ, കല്ലയും മാലയും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സമ്മേളനം നടത്തിയത് 1915 ഒക്ടോബർ 24. അപ്പോൾ പെരിനാട് പ്രദേശത്താണിത് കല്ലുമാല സമരം. എവിടെയാണ് നടന്നത്? കൊല്ലത്ത് പെരിനാട് പ്രദേശത്താണ് കല്ലുമാല സമരം നടന്നത്. അപ്പോൾ കല്ലുമാല സമരം കൊല്ലത്താണ് നടന്നത് കേട്ടോ. കൊല്ലം. എവിടെയാണ്? പെരിനാട് പ്രദേശത്ത്. അപ്പോൾ ഈ കല്ലയും മാലയും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സമ്മേളനം നടത്തി. അതെന്നാണ്? 1915 ഒക്ടോബർ 24. സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഗോപാലദാസാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ നേതാവാണ് ഗോപാലദാസ്. സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് ആരുടെയാണ് സ്ഥാപിച്ചത്? അയ്യങ്കാളിയാണ്. അപ്പോൾ അതിൻ്റെ നേതാവായിരുന്നു ഗോപാലദാസ്. ഈ ഗോപാലദാസാണ് സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. ഈ കല്ലയും മാലയും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സമ്മേളനം നടത്തിയല്ലോ, അതിന് നേതൃത്വം നൽകിയത് ഗോപാലദാസാണ്. 1915 ഒക്ടോബർ 24 ഈ സമ്മേളനം നടത്തിയത്. ഇനി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിയായത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവെന്ന് വിശേഷിപ്പിച്ചു. പിന്നെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ 1937 ഗാന്ധിജി അയ്യങ്കാളിനെ സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ എന്താണ് വിശേഷിപ്പിച്ചത്? പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധിജിയാണ് പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിനെ. 1937 അദ്ദേഹത്തെ സന്ദർശിച്ചത്. അടുത്തത് ചുവടെ നൽകുന്ന പ്രസ്താവനകളിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായവ കണ്ടെത്തുവാൻ. കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന യോഗത്തിന് രൂപം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ഇനി സാധുജന പരിപാലന സംഘം സ്ഥാപകൻ അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എന്നാണ്? 1907. അപ്പോൾ 1909 ഏതാ നമ്മുടെ 1909 തൊഴിലാളി സമരം, കർഷക സമരം നടത്തിയില്ലേ? അയ്യങ്കാളി കർഷക സമരം നടത്തിയല്ലോ, അത് 1909. അതിനു മുൻപാണ് അപ്പോൾ സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയായിരുന്നു SNDP. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി. അതെന്ന 1938. അപ്പം 1937 ഗാന്ധിജി പുലയ രാജാവെന്ന് വിളിച്ചത് അയ്യങ്കാളിനെ. അപ്പം 1938 സാധുജന പരിപാലന സംഘത്തിൻ്റെ പേരെന്താക്കി? പുലയ മഹാസഭ എന്നാക്കി. ഇനി പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ചതായിരുന്നു എന്തൊക്കെയാ? അരയ സമാജം, ജ്ഞാനോദയം സഭ,
കൊച്ചി പുലയ മഹാസഭ. അപ്പോൾ പുലയ മഹാസഭ സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. അത് 38 പുലയ മഹാസഭ എന്നാക്കി. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അദ്ദേഹത്തിൻ്റെ വേറെ 2 സംഘടനകളാണ് അരയ സമുദായവും ജ്ഞാനോദയം സഭയും. ഇനി സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു സാധുജന പരിപാലിനി. അപ്പോൾ സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചത്. സാധുജന പരിപാലിനി എന്നാണ് 1913 സാധുജന പരിപാലിനി. അതായത് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായ സാധുജന പരിപാലിനി എന്നാണ് നിലവിൽ വന്നത് 1913. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപരായിരുന്നു ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപരായിരുന്നു ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലനിയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? സാധുജന പരിപാലനി. ഏതാണ്? സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയതെന്ന 1938. സാധുജന പരിപാലനി നിലവിൽ വന്നതെന്ന 1913. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് ഏതാ? സാധുജന പരിപാലനി. സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപരാരാണ്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ഇനി സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെന്നാ? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ്. ചങ്ങനാശ്ശേരിയിലുള്ള സുദർശന പ്രസ്സിൽ നിന്നാണ് സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇനി വേറൊരു പുലയർ മഹാസഭയുടെ കാര്യം പറയുന്നുണ്ട്. സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ. അപ്പോൾ കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. പുലയ മഹാസഭ ആരെയാണ്? അയ്യങ്കാളി. അതായത് സാധുജന പരിപാലന സംഘത്തിന് പുലയ മഹാസഭ എന്നാക്കിയല്ലോ 1938. ഇത് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ. തിരുവിതാംകൂർ മൊത്തമുള്ള ഒരു സംഭവമാണ്. സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ 1942. അപ്പോൾ ഇപ്പോഴൊന്നുമല്ല, അയ്യങ്കാളിയുടെ ടൈമിലല്ല. അയ്യങ്കാളി പുലയ മഹാസഭ കൊണ്ടുവന്നതിന് ശേഷം വന്നതാണ് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ 1942. ആരാണ് സ്ഥാപകൻ? കേശവൻ ശാസ്ത്രിയാണ് അതിൻ്റെ സ്ഥാപകൻ. കേശവൻ ശാസ്ത്രി. സാധുജന പരിപാലന സംഘം പിന്നീട് ഈ സംഘടനയിലാണ് യോജിച്ചത്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം. അപ്പോൾ 1942 കേശവൻ ശാസ്ത്രി സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ സ്ഥാപിച്ചു. അപ്പോൾ ഈ സാധുജന പരിപാലന സംഘം പിന്നീട് ഈ സംഘടനയിലാണ്, അതായത് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയിലാണ് സംയോജിച്ചത്. ഇനി പണ്ഡിറ്റ് കറുപ്പൻ്റെ സഭകളെക്കുറിച്ച് ഇവിടെ കുറച്ച് പറയുന്നുണ്ട്. കാരണം ഇവിടെ അങ്ങനെ കൊച്ചി പുലയ മഹാസഭയെക്കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ വന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് റിലേറ്റഡ് വന്നിരിക്കുന്നതാണ്. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരാണ്. കല്യാണദായിനി സഭ അത് പണ്ഡിറ്റ് KP കറുപ്പൻ്റെയാണ്. ജ്ഞാനോദയം സഭ നമ്മൾ പറഞ്ഞപ്പോൾ അത് ഇടക്കൊച്ചിയിലാണ് ജ്ഞാനോദയം സഭ. ഇനി സുധർമ്മ സൂര്യോദയ സഭ തേവരയിലാണ്. സുധർമ്മ സൂര്യോദയ സഭ. പ്രബോധ ചന്ദ്രോദയ സഭ അത് വടക്കൻ പറവൂരാണ്. അപ്പോൾ ഒരു ഉദയം വരുന്നുണ്ടല്ലോ, ജ്ഞാനോദയം, സുധർമ്മ സൂര്യോദയം, പ്രബോധ ചന്ദ്രോദയം, ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. കാരണം ഒരു അറിവിൻ്റെ ഉദയം എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. പണ്ഡിതനായിരുന്നല്ലോ കറുപ്പൻ. അപ്പോൾ അങ്ങനെ അറിവിൻ്റെ ഒരു ഉദയം, ജ്ഞാനോദയം, സൂര്യോദയം, ചന്ദ്രോദയം ഒക്കെ. ഇനി കല്യാണദായിനി സഭ, അതായത് മംഗളകാര്യങ്ങളാണല്ലോ കല്യാണം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ഒരു അറിവിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു നല്ല കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ കൊടുക്കാനാണ്. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ, ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിൽ. ഇടയ്ക്ക് വെച്ചൊരു ജ്ഞാനോദയം ഉണ്ടായി. അങ്ങനെ ആലോചിച്ചാൽ ഇടയ്ക്ക് വെച്ചാണ് പെട്ടെന്ന് ജ്ഞാനോദയം ഉണ്ടായത്. അപ്പോൾ ഇടക്കൊച്ചിയിലാണ് ജ്ഞാനോദയം സഭ. സുധർമ്മ സൂര്യോദയ സഭ തേവര, അത് പെട്ടെന്ന് നോക്കാൻ വേറെ ഒന്നുമില്ല. തേവർ എന്ന് പറയുന്നത് നമ്മൾ കൃഷ്ണൻ തന്നെയാണല്ലോ. അപ്പോൾ തേവർ സൂര്യോദയം, സൂര്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നമ്മുടെ ഭൂമിയുടെ മെയിൻ സംഭവമാണല്ലോ സൂര്യൻ. അപ്പോൾ അതുകൊണ്ട് തേവര അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇനി പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ. അരയ വംശോധാരിണി സഭ അത് ഏങ്ങണ്ടിയൂരാണ്. അരയ വംശോധാരിണി സഭ ഏങ്ങണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ കുമ്പളത്താണ്. സന്മാർഗ പ്രദീപ സഭ കുമ്പളത്ത്. വാലസേവാ സമിതി വൈക്കം. വൈക്കം
ബാലസേവാ സമിതി വൈക്കത്ത്. ഇനി പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കേട്ടോ ഈ കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരുള്ളത്. 1912 അത് സ്ഥാപിച്ചത്. 1912 കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ. ഇനി അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്, 1907 സ്ഥാപിച്ചത്. അപ്പോൾ 1907 തന്നെയാണല്ലോ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചത്. അപ്പോൾ സെയിം ഇയർ തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത്. ഇനി അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു. അതും പണ്ഡിറ്റ് കറുപ്പൻ തന്നെ. 1922 അഖില കേരള അരയ മഹാസഭ. ഇനി അരയ സമുദായത്തെ പരിഷ്കരിക്കാനായിട്ട് പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ചതാണ് ബാലസമുദായ പരിഷ്കാരിണി സഭ. തേവരയിലോ ബാലസേവാ സമിതി നമ്മൾ വൈക്കം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബാലസമുദായ പരിഷ്കാരിണി സഭയാണ് കേട്ടോ തേവരയിൽ. നമ്മൾ പിന്നെ സുധർമ്മ സൂര്യോദയ സഭയാണ് തേവരയിൽ പറഞ്ഞത്. ഇത് ബാലസമുദായ പരിഷ്കരണി സഭയാണ് തേവരയിൽ. അത് ഈ അരയ സമുദായത്തെ പരിഷ്കരിക്കാനായിട്ട് സ്ഥാപിച്ചതാണ്. ബാലസേവാ സമിതി ചോദിക്കുകയാണെങ്കിൽ വൈക്കത്താണ്. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. 30 പേജ് വായിച്ചെത്തിയത് അറിഞ്ഞില്ല. ഞാൻ അടുത്ത പേജ് മറിക്കാൻ പോവുമായിരുന്നു. അപ്പോൾ നമ്മുടെ 30 പേജ് ചലഞ്ച് ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ നമുക്ക് ഒരു 60 ഡേയ്സ് അല്ലേ, 60 ഡേയ്സ് കൊണ്ട് ഈ 2 PYQൻ്റെ ബുക്ക്, റാങ്ക് ഫയൽ അല്ല കേട്ടോ, PYQ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എപ്പോഴും യൂസ്ഫുള്ളാണ്. ഏത് PSC എക്സാമിനും ഭയങ്കര യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത 30 പേജ് ഇനി നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാം.